കോൺഗ്രസിലെ പിണക്കങ്ങൾക്ക് ഇനിയെങ്കിലും ഒടുക്കമാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഇതുവരെയായും ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല. ഇന്നോ നാളെയോ ഒക്കെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രിയെ എങ്ങനെയാണോ തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ KPCC അധ്യക്ഷനെയും തിരഞ്ഞെടുക്കാനാണ് AICCയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുമായും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായും ഒക്കെ ചർച്ച നടത്തിയിട്ട് തീരുമാനത്തിലെത്താനാണ് AICC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് എത്ര വേഗത്തിൽ പൂർത്തിയാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അധ്യക്ഷ പദവിയിലേക്ക് ഏകദേശം 10-ലധികം പേരാണ് ഇപ്പോൾ ഉറ്റുനോക്കി നിൽക്കുന്നത്. പ്രത്യേകിച്ചും MP-മാർ, അതുകൂടാതെ MLA-മാർ, അതിനെല്ലാം ഉപരിയായി നേരത്തെ തന്നെ KPCC പദവിയിലിരുന്ന ചില നേതാക്കന്മാരുമുണ്ട്. ഇതിൽ ചില MP-മാർക്കാണെങ്കിൽ മറ്റു ചില പിന്തുണകളും ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ജാതി സമവാക്യങ്ങളൊക്കെ ഒഴിവാക്കി അല്ലാത്ത തരത്തിലുള്ള ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കണം എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും അന്തിമ തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് AK ആന്റണിയുടെ വാക്കുകൾ കൂടി കേൾക്കാനാണ് സാധ്യത. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏകദേശം 10 ദിവസത്തിലധികമാണ് നീണ്ടുപോയത്. ഇക്കാര്യത്തിലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നീണ്ടുപോകുമോ എന്ന ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആണെങ്കിലും അദ്ദേഹം മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ തനിക്കിനി KPCC അധ്യക്ഷനായി തുടരാൻ കഴിയില്ല എന്ന് അദ്ദേഹം AICCയെ അറിയിച്ചു കഴിഞ്ഞു. AICC ആകട്ടെ ഒരാളുടെ പേരിൽ എത്തിച്ചേരാൻ ഇപ്പോൾ തയ്യാറല്ല. എല്ലാവരുമായി ചർച്ച നടത്തി ഒറ്റപ്പേരിൽ എത്താം എന്നുള്ള തീരുമാനത്തിലാണ് മല്ലികാർജുൻ ഖാർഗെ ഇപ്പോൾ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. വിദേശയാത്ര കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തി കഴിഞ്ഞു. ഇനി ചർച്ചകൾ അദ്ദേഹത്തിന്റെ മുമ്പിലാണ്. എന്തായാലും കേരളത്തിൽ KPCC അധ്യക്ഷനാകുമെന്ന പ്രതീക്ഷയുമായി 10-ലധികം നേതാക്കന്മാരാണ് തയ്യാറായിരിക്കുന്നത്. ഇതിൽ ആന്റോ ആന്റണി MP ഉണ്ട്, ബെന്നി ബെഹനാൻ MP ഉണ്ട്, MLA മാത്യു കുഴൽനാടനുണ്ട്. ഇതിനെല്ലാം ഉപരിയായി MM ഹസൻ നേരത്തെയുള്ള KPCC അധ്യക്ഷനാണ്. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് MP. ഇങ്ങനെ വളരെയധികം നേതാക്കന്മാരുടെ പേരുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും AICCയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നേതാവിൽ എത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ചിലപ്പോൾ വഴിമുട്ടാനും ചിലപ്പോൾ നീണ്ടുപോകാനും സാധ്യതയുണ്ട്. ആരായാലും ശരി തന്നെ കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർക്കാരുമായി യോജിച്ചു പോകുന്ന ഒരു KPCC അധ്യക്ഷൻ വേണം എന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്ര കണ്ട് പ്രാവർത്തികമാകും എന്നുള്ളത് ഇപ്പോഴൊന്നും തന്നെ പറയാൻ കഴിയില്ല. കാരണം നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് KPCC അധ്യക്ഷൻ VM സുധീരനായിരുന്നു. VM സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ അത്ര നല്ല തരത്തിലല്ലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അറിയാം, ബാർക്കോഴയും അതിനുപരി മദ്യഷോപ്പുകളുടെ പ്രശ്നവുമൊക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ അന്ന് VM സുധീരൻ പെരുമാറിയെന്ന ആക്ഷേപവും ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത്തരത്തിൽ ഒരു നീക്കം ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനെ കണ്ടെത്തുക ഒരു നിർണായകമായ ജോലിയാണെന്ന് AICCക്ക് അറിയാം. കാരണം വലിയ പിന്തുണയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ നേതാക്കന്മാരുടെ വലിയ പിന്തുണ എന്നാണ് അർത്ഥം. AICCയിലെ ചില നേതാക്കന്മാർക്ക് അത്ര താല്പര്യവുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രിയുമായി യോജിച്ചു പോകുന്ന അല്ലെങ്കിൽ അടുത്തു പോകുന്ന ഒരു അധ്യക്ഷനെയാണ് കേരളത്തിന് വേണ്ടത്. അക്കാര്യം ഒരു പക്ഷേ ഡൽഹിയിലെത്തുമ്പോഴേക്കും മുഖ്യമന്ത്രി പറയാൻ സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് അറിയാം കേരളത്തിലെ കാര്യങ്ങൾ. മുഖ്യമന്ത്രിയാകാൻ VD സതീശൻ നടത്തിയ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു KPCC അധ്യക്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് കൂടുതൽ ചർച്ചകൾ വേണം എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയും ചെയ്യും. അതുകൊണ്ട് ഈ പേരുകളിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പേരുകളിൽ ആരാകും മുഖ്യമന്ത്രി, അതോ അതിന് അപ്പുറത്ത് നിന്ന് മറ്റാർക്കെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് പരിശോധിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും
വലിയ പ്രതിസന്ധികളാണ് AICC നേതൃത്വത്തിന് മുന്നിലുള്ളത്. ഇതിൽ ജാതി സമവാക്യം മുതൽ രാഷ്ട്രീയ പാരമ്പര്യം മുതൽ ഗ്രൂപ്പ് വരെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം. എന്തായാലും ഗ്രൂപ്പിന് അതീതനായ ഒരു കോൺഗ്രസ് അധ്യക്ഷനെ കേരളം പ്രതീക്ഷിക്കേണ്ട.